ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയോ അല്ലെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടിയോ മരത്തിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെ കല്ലിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അതിലെങ്ങാനും പൊട്ടി ഒഴുകുന്ന ഒരു തോട്ടിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ അതിൽ ഒഴുകുന്ന അരുവിക്കോ ബഹുമാനം കൽപ്പിക്കുന്ന ഏർപ്പാട്, ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചില ആളുകൾ ഞങ്ങൾ ശൈഖന്മാരാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരം അവിടെ കുഴിച്ചിട്ട് മരത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു മരത്തിനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കല്ല് സ്ഥാപിച്ചിട്ട് ആ കല്ലിനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തഅദീം ചെയ്തുകൊണ്ട് അതുകൊണ്ട് രോഗത്തിന് ശിഫ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആവശ്യം നിർവഹിക്കപ്പെടുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടുള്ള കള്ള ശൈഖന്മാരുടെ ഏർപ്പാടുകൾ അവർ ചെയ്യുന്ന ഇത്തരം നീചമായ കാര്യങ്ങൾ പ്രത്യേക പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു കൊടിമരം നാട്ടിയിട്ടുണ്ട്, ആ കൊടിമരം പോയി ചുറ്റിയാൽ മതി, എന്നാ രോഗാംഗം മാറിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ആര് തസവുഫ് വാദിച്ചു വന്നാലും അംഗീകരിച്ചുകൂടെന്ന് പേരോടല്ല പറയുന്നത്. നമ്മുടെ ഇമാമിങ്ങളായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീനിൽ പറയുന്നു. അതും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് നബിദിനം കഴിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്, പടച്ചവന്റെ അടുക്ക കൂലി കിട്ടുന്നതാണെന്ന് നമ്മുടെ ആശയം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പുറത്തും നമ്മുടെ ആശയം എന്താണെന്ന് വ്യക്തമായി നമ്മളെ ഇമാമിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇമാമിങ്ങളെ പിന്തുടരാതെ കള്ള ശൈഖന്മാര് കാണിക്കുന്ന കോപ്പിരാട്ടികളിലൊന്നും പോയി ആരും പെട്ടുപോകരുത്. ഒരു മരത്തിന്റെ മുകളിൽ ഒരു വള്ളി, അതിന്റെ മുകളിൽ ഒരു പുതപ്പും പുതപ്പിച്ചിട്ട് അവിടുന്ന് അതിനെ ബഹുമാനിക്കുന്നതായിട്ട് ഒരു മുജാഹിദ് കാണിക്കുന്നു. വേറൊരു സ്ഥലത്ത് മരത്തിന്റെ ഇല അത് കൊഴിഞ്ഞു വീണാൽ അതിന് പൈസ കിട്ടുമെന്നും പറഞ്ഞിട്ട് വേറൊരു മുജാഹിദ് കാണിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആരെന്ത് എവിടുന്ന് കാണിച്ചാലും ഞങ്ങളുടെ ഇമാമിങ്ങൾ മുഴുവനും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. അത് ഈ സമുദായത്തെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതൊന്നും നമ്മളെ വകയിൽ തലയിൽ വെച്ച് കെട്ടുകയും വേണ്ട, അതിനൊന്നും നമുക്കിവിടെ അംഗീകാരവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മാധ്യമം പറയുന്നത് എന്തറിയോ, DYFIക്കാരെന്തേ